നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി, ആണിമാസത്തിലെ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം, കുബേര അഭിജിത്ത് നക്ഷത്രം. ഈ 24 മിനിറ്റ് വന്നിട്ട് അട്ടഹാസമായത്, ഭയങ്കര പവർഫുൾ ആയത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. പതിവിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. ജൂലൈ മാസം വരും തേയ്പിറ പഞ്ചമി. ജൂലൈ 4-ാം തീയതി ശനിയാഴ്ചയാണ് തിഥി വരുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. തുടർന്ന് നമ്മുടെ ചാനൽ വീഡിയോ തുടർന്ന് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്, നിങ്ങൾക്കും അറിയണമെച്ചാല് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ വന്നിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഈ ഒരു മരത്തിനെ തൊട്ട് ഈ ഒരു വാക്യം നിങ്ങൾ പറഞ്ഞോളുക. നിങ്ങൾ മനസ്സിൽ കരുതുന്ന എന്ത് കാര്യമായാലും അത് നടന്നിരിക്കും. തീരാത്ത കടം, അതുപോലെ തന്നെ തീരാത്ത ദരിദ്രം, എല്ലാ കഷ്ടങ്ങളും വിലകി മാറും. രാജയോഗം വന്നിട്ട് നിങ്ങളുടെ വന്നു ചേരും. ഇതിൽ വന്നിട്ട് നമ്മള് ഈ മരത്തില് ഒരു പൊരുൾ തൂവണം. അത് മാത്രമല്ല, ഒരു വാക്കും പറയണം. അങ്ങനെ ഏത് പൊരുളാണ് തൂക വേണ്ടിയതെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് അഭിജിത്ത് നക്ഷത്ര നാളില് നമ്മൾ ഇത് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് തെളിവായിട്ട് നോക്കാം. വന്നോളൂ, ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇത് വന്നിട്ട് ഭയങ്കര മിക ശക്തിയാർന്ന ഒരു വാക്ക്. ഈ വാക്ക് വന്നിട്ട് നിങ്ങള് ഇത് കേട്ടിട്ടേ ഉണ്ടാവത്തില്ല. ഇത് വന്നിട്ട് ശാസ്ത്രങ്ങളില് മിക തെളിവായിട്ട് കുറിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരേ ഒരു വാക്യം. ഈ വാക്ക് വന്നിട്ട് നിങ്ങൾ അഭിജിത്ത് നക്ഷത്ര നേരത്തില് ചൊല്ലിയാലേ പോകും. എല്ലാം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, തീരാത്ത ദാരിദ്ര്യം, തീരാത്ത കഷ്ടം എല്ലാമേ വിട്ടുമാറി വിലകിപ്പോയിടും. ശരി, ഇന്ന് ആണിമാസ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം, ഇതിന്റെ ടൈമിങ്സ് പറയാം. ഇന്ന് ജൂലൈ 2-ാം തീയതി ആണിമാസത്തിലെ വ്യാഴാഴ്ചയാണ് തിഥി വന്നിരിക്കുന്നത്. വ്യാഴാഴ്ച എന്നാലേ ദേവர்களுടെ ഗുരുവായ ബൃഹസ്പതിക്കുള്ളത്. അഭിജിത്ത് നക്ഷത്രം എന്നാല് നമ്മളെ കാക്കുന്ന കടവുളാന മഹാവിഷ്ണു ഭഗവാന്റേത്, അദ്ദേഹത്തിന്റെ ഉഗന്ധ നാൾ. ഈ 24 നിമിഷങ്ങൾ നോക്കിയാല് പ്രപഞ്ച ശക്തി, പ്രപഞ്ചമറ ആற்றകൾ വന്നിട്ട് നല്ല ഉച്ചത്തിലിരിക്കൂടിയ സമയം. ഈ വേളയില് വിഷ്ണു ഭഗവാനെ വഴിപാട് ചെയ്യുന്നതും ഗുരു ഭഗവാനെ വഴിപെടുന്നതും എന്നത് ഭയങ്കര സിറപ്പാനത്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വേണ്ടുതൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി ചേരും. അതിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വേണ്ടുതല് നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും. സ്വർണത്തിനെ പോലെ ഒരു പകിട്ടാർന്ന മതിപ്പാർന്ന ഒരു സമയമാണ് ഈ 24 മിനിറ്റ്. അത് തീർച്ചയായിട്ടും മിസ് ചെയ്യരുതേ. ഇത് വന്നിട്ട് അടിക്കടി ഒന്നും ഇരിക്കൂല, ദിവസവും ഇരിക്കൂല. ഇത് വന്നിട്ട് മാസത്തിൽ 1-2 ദിവസം ഇരിക്കുന്ന മികപ്പരിയ ഒരു വശ്യമാന, ഒരു ഈർപ്പ് വശ്യമാന ഒരു മുഹൂർത്തം. ഉത്രാട നക്ഷത്രത്തിനും തിരുവോണ നക്ഷത്രത്തിനും ഇടപ്പെട്ട നക്ഷത്രത്തിന് ഇടയ്ക്ക് അഭിജിത്ത് നക്ഷത്രം വരുന്നത്. இந்த അഭിജിത്ത് നക്ഷത്ര നേരം അത് വന്നിട്ട് വെറും 24 മിനിറ്റേ ഉണ്ടാവത്തുള്ളൂ. അഭിജിത്ത് നക്ഷത്രം എന്നാല് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അത്യപൂർവമായ ഒരു നക്ഷത്രം. പ്രപഞ്ചത്തോടെ ഉച്ചത്തോടുള്ള ആற்றലും വൈകുണ്ഠ പെരുമാളോടെ ആற்றലും ഒന്നാ ചേർന്ന് വരും. അതിരഹസ്യമായ ഒരു നേരമാണ് അഭിജിത്ത് മുഹൂർത്ത നേരം. ഇത് നിങ്ങളെ തേടി വരുന്നത് എന്താച്ചാല് നിങ്ങളുടെ തീരാത്ത കടപ്രശ്നങ്ങൾ, തൊഴിലില് നഷ്ടം ഇരിക്കുന്നവര്, കല്യാണം വൈകി കല്യാണത്തിന് തടസ്സം ഇരിക്കുന്നവര്, ഇങ്ങനെയുള്ളവരും പിന്നെ ജീവിതത്തിൽ ഒത്തിരി പോരാടിയിട്ടിരിക്കുന്നവർ ഇത് ധാരാളമായി ചെയ്യാവുന്നതാണ്. അതിനൊരു തീർപ്പ് തീർച്ചയായും കിട്ടുന്നതാണ്. ഈ നേരം നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. അതും ഈ മാസം വന്നിട്ട് വ്യാഴാഴ്ചയാണ് വന്നിരിക്കുന്നത്. ഒരു ഭഗവാന്റെ അരുളോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന എല്ലാ തടസ്സവും തവിടുപൊടിയാകും. ഒട്ടുമൊത്ത പ്രപഞ്ച ശക്തിയും മഹാശക്തിയായി ഇരിക്കുന്ന ഇന്ത പ്രപഞ്ച ഈർപ്പ് വിഷയം അന്ത നേരത്തിൽ ആ ടൈമിൽ നിങ്ങൾ ചെയ്താല്, അത് മാത്രമല്ല ഈ വൃക്ഷങ്ങളെ എടുത്ത് നോക്കിയാൽ ഈ നേരത്തിന് വന്നിട്ട് ഒരു അതീത ശക്തി വൃക്ഷങ്ങൾക്ക് ഉണ്ടാകും. മുന്നോറുകൾ നമ്മുടെ പഴയ കാലത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാല്, പൗർണമി നാളെന്നാല് അരശിമരം, വേപ്പ് മരം,
ഇതുപോലെ 100 വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളെ പോയി നീ ശുദ്ധിയിട്ട് വാ. 108 മുറയെല്ലാം പ്രദക്ഷിണം വെച്ചോളൂ. എന്നിട്ട് നീ വരുമ്പോൾ നിനക്ക് എന്ത് വേണമോ അതെല്ലാം നിനക്ക് കൈ നിറയെ കിട്ടിയിരിക്കും. ഈ നേരത്തില് ഈ ഒരു മരത്തിനെ നമ്മൾ തൊട്ട് വണങ്ങുമ്പോൾ നമ്മുടെ വേണ്ടുതൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടും. ഇനി ടൈമിങ്സ് നോക്കാം. അഭിജിത്ത് നക്ഷത്രം എന്നത് രാവിലെ 9:20 AM തുടങ്ങി രാവിലെ 9:53 വരെ ഇരിക്കുന്നുണ്ട്. ശരിയാ? ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഇന്ന് മുഴുവനും സമയമുണ്ട്, നിങ്ങൾ ചെയ്താൽ മതി. ഈ സമയത്തിന് നിങ്ങൾ ഏത് മരത്തിൽ തൊടണം, എന്ത് പൊരുൾ തൂവണം, അതുപോലെ എന്ത് വാർത്തയാണ്, എന്ത് വാക്യം അതിൽ ചൊല്ലണം, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഒന്നുമില്ല, ആൽമരം അത്രേ ഉള്ളൂ, അരസുമരം. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ആൽമരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഈ നേരം വിട്ടവരാണെങ്കിൽ നിങ്ങൾ എപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീരുന്നതിന് മുന്നേ സമയം കിട്ടുന്നുവോ ആ നേരത്തിൽ പോയി ഇത് ചെയ്തോളുക. ഇനി ഈ ആൽമരത്തിന്റെ അടുത്ത് ഈ പരിഹാരം എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ അംശമുള്ള പല വിധത്തിലുള്ള മരങ്ങൾ ഇരിക്കുന്നുണ്ട്. വേപ്പുമരത്തിനെ വന്നിട്ട് അമ്മനായിട്ട് പറയും. അതുപോലെ തന്നെ കറുകപ്പുല്ല്, വിനായകർ, നമ്മുടെ പിള്ളയാരിരിക്കുമെന്ന് പറയും. കൂവള മരം വന്നിട്ട് ശിവനോട് അംശം ഇരിക്കുന്നെന്ന് പറയും. അതുമാതിരി തന്നെ ഈ അരസുമരം, ഈ ആൽമരം എന്നത് മുമ്മൂർത്തികൾക്കും എന്നേ ഉള്ള മരം, ഒരാൾക്ക് എന്നൊന്നുമില്ല. എല്ലാ ദൈവങ്ങൾക്കും ഒരുകിയ മരമാണ് അരശുമരം, ഈ ആൽമരം. എന്താ അങ്ങനെയെന്ന് ചോദിച്ചാല്, ഈ മരത്തിന്റെ ഇല ഇരിക്കുന്നില്ല, ദേവർക്ക് വശീകരണത്തിനാകെ ആ ഇല ഇരിക്കുന്നത്. ദേവர்கள் വശീകരിക്കപ്പെടും ഇതിലൂടെ. മാത്രമല്ല 4 വേദവും മുമ്മൂർത്തികളും ആയി വിളങ്ങുന്നത് ഈ അരശുമരം. ഈ ആൽമരത്തിനെ നമ്മൾ അശ്വത്ഥം, ബോധിവൃക്ഷം, അഗ്നിഗർഭം, വൃക്ഷരാജം അങ്ങനെയൊക്കെ 16 പേരിലാണ് പറയുന്നത്. ഈ മരത്തെ അശ്വത്ഥം എന്ന് പറയുന്നതിനാലെയാണ് അശ്വത്ഥ നാരായണൻ ഈ മരത്തിൽ വസിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. വൃക്ഷരാജം എന്ന് ചൊല്ലുന്നത് എന്താച്ചാല്, ഈ മരത്തില് രാജവൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരശമരം ഈ ആൽമരം വന്നിട്ട് ദൈവവടുവാകയാണ് കരുതപ്പെടുന്നത്. ഈ മരത്തിന്റെ ഇലയിൽ വന്നിട്ട് ദേവர்கள் വസിക്കുന്നതിനാലെയാണ് നമ്മൾ ഈ മരത്തിന്റെ ഇല വന്നിട്ട് വഴിപെടുന്നത്. നമ്മൾ ഈ ആലില വെച്ചിട്ട് പരിഹാരം ചെയ്താൽ നമ്മൾ മനസ്സിൽ കരുതുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് കിട്ടിയ പാപങ്ങള്, നമ്മൾ ചെയ്ത പാപങ്ങള് എല്ലാം നമ്മളെ വിട്ട് പോകും. നമുക്കുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങള് എല്ലാം മാറും. ദീർഘനാളായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കിട്ടും. അത് മാത്രമല്ല, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ഇതെല്ലാം നമുക്ക് ആൽമരത്തിനെ എങ്ങനെ ചുറ്റി വന്നാൽ പാപമോചനം കിട്ടുന്നുവോ അതുപോലെ തന്നെ ഇതും നമുക്ക് സഹായിക്കും. എല്ലാ ഫലവും കിട്ടും. വേറൊന്നുമല്ല, ഈ ആൽ ഇല വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കിതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നത്. ശരിയാ? ഈ ആലില എന്നത് അത്രയ്ക്കും സിറപ്പാന ഒരു ഭയങ്കര മെഡിസിനൽ എഫക്റ്റുള്ള ഒരു ഇല. ഈ അരശുമരം എന്നത് മേൽപകുതിയില് ശിവൻ ഇരിക്കുന്നുണ്ട്, നടുപകുതിയിൽ വന്നിട്ട് വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നു, താഴെ വന്നിട്ട് ബ്രഹ്മാവ് ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഐതിഹ്യം ചൊല്ലപ്പെടുന്നത്. അതിനാലെയാണ് മൂലത്തെ ബ്രഹ്മരൂപായ, മധ്യത്തെ വിഷ്ണു രൂപായ, ആകൃത ശിവരൂപായ വൃക്ഷ രാജായതേ നമഃ എന്ന് പറയുന്നു. മൂലത്തെ മീൻസ് അടിപകുതിയില് ബ്രഹ്മാവ്, മധ്യത്തെ വിഷ്ണു രൂപിണെ, മധ്യത്തിൽ വന്നിട്ട് വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നു, ആക്രയന്ത ശിവരൂപായ, അതായത് മേൽപകുതിയില് ശിവൻ ഇരിക്കുന്നു. വൃക്ഷരാജായ, മരങ്ങൾക്കെല്ലാം രാജാവായ ഈ അരസുമരത്തെ, ഈ ആൽമരത്തെ ഞാൻ വണങ്ങുന്നു. അങ്ങനെയാണ് മന്ത്രം വരുന്നത്. അതിനാൽ ഈ ആൽമരത്തിന്റെ ഇല വെച്ചിട്ട് നമ്മൾ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നന്മകളും കിട്ടും. അരശുമരത്തിന്റെ കുച്ചിയെ വന്ന് നമ്മൾ ശേഖരിച്ച് ശിവൻ കോവിലിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് തീരാത്ത അസുഖങ്ങള്, നമ്മുടെ കടം പ്രശ്നങ്ങള് എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. ശരി, ഇനി വന്നോളൂ, നമുക്ക് പരിഹാരം എങ്ങനെ ചെയ്യുന്നെന്ന് നോക്കാം. അരശുമരത്തിന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇത് ചൊല്ലണം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, മരത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കിഴക്ക് പക്കം നോക്കി നിൽക്കുക. നിങ്ങളുടെ ഉള്ളം കൈക്കകത്ത് 2 പൊരുൾ വയ്ക്കുക. അരിമാവും കൂടെ കുറച്ച് ശർക്കരയും, 2 നന്നായിട്ട് മിക്സ് പണി എടുത്ത് വെച്ചോളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ നടക്കേണ്ടെന്ന് ഉള്ളത്, നിങ്ങളുടെ വേണ്ടുതൽ വന്നിട്ട് ഉള്ളം കയ്യിൽ ഇത് അരിപ്പൊടിയും വെള്ളം ഉണ്ടല്ലോ, ശർക്കരയും നിങ്ങൾ വെച്ചിരിക്കുന്നില്ലേ മിക്സ് ചെയ്ത്, അതും ഇങ്ങനെ കയ്യിൽ മൂടി വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. കിഴക്ക് പക്കം നോക്കി നിന്ന് പ്രാർത്ഥിക്കുക.
ഈ ആൽമരത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളിത് ചൊല്ലേണ്ടത്. നിങ്ങൾക്കൊരു വീടാണ് പെട്ടെന്ന് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവണം, അതിനുള്ള യോഗം വന്ന് ഞാൻ വീട് കെട്ടി അതിന്റെ ഫുൾ വർക്കും തീർത്ത് നന്നായിട്ട് പൂർത്തിയായി വീടിന് പുണ്യാർച്ചനം ചെയ്ത് കയറണം, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അതല്ല എന്റെ കുഞ്ഞിന് ഒരു കല്യാണം പെട്ടെന്ന് തന്നെ നടക്കണം, അത് വേണമെങ്കിൽ അത് പ്രാർത്ഥിച്ചോളൂ. ഇത്രയും വേണ്ടി കിട്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, എന്നിട്ട് ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. ഓം അശ്വത്ഥ നാരായണായ നമഃ, ഓം അശ്വത്ഥ നാരായണായ നമഃ, ഓം അശ്വത്ഥ നാരായണായ നമഃ. എന്തിനാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ മുന്നാടിയെ പറഞ്ഞിരുന്നു, അശ്വത്ഥം എന്ന് ഈ അരശുമരത്തിന്, ഈ ആൽമരത്തിന് ഒരു പേര് കൂടെ ഇരിപ്പുണ്ട്. ഈ മരത്തിൽ വന്നിട്ട് അശ്വത്ഥ നാരായണര് കുടിയിരിക്കുന്നതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതിനാൽ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക ഓം അശ്വത്ഥ നാരായണായ നമഃ എന്ന്. ഇത് വന്നിട്ട് 108 തവണ നിങ്ങളുടെ ഉള്ളം കയ്യില് ഈ പൊരുളൊക്കെ വെച്ച് മൂടിയിട്ട് നിങ്ങൾ കിഴക്ക് പക്കം നോക്കി അരശുമരത്തിന്റെ അടിയിലായിട്ട് നിന്ന് ചൊല്ലിക്കോളുക. നിങ്ങൾ ഒത്തിരി ഒന്നും കഷ്ടപ്പെടേണ്ട, ഒരേ ഒരു വാക്യമേ ഉള്ളൂ ഈ ഒരു മന്ത്രം, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. ശരിയാ. ദെൻ ഇത് 108 മുറ ചൊല്ലിയതിനു ശേഷം കയ്യിലിരിക്കുന്ന അരിമാവും ശർക്കരയും ഈ നമ്മുടെ ജാഗരിയില്ലേ അതും കൂടെ കുഴച്ചു വെച്ചിരിക്കുന്നത് ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ തൂവിക്കൊള്ളുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തീരാത്ത കഷ്ടം, പാപം എല്ലാം നമ്മളെ വിട്ടകന്ന് നമുക്ക് നല്ല ഒരു ഫലം ഇതിൽ നിന്ന് കിട്ടും.